ഈ വീഡിയോ ദീർഘകാലമായിട്ട് പുറം വേദന അനുഭവിക്കുന്നുള്ളവർ, പ്രത്യേകിച്ച് 6 മണിക്കൂറിലധികം കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിക്കുന്നവർക്ക് ഈ സ്ട്രെച്ച് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുറം വേദന മാറാനും അതുപോലെ ഇനി വേദന വരാതിരിക്കാനും ഒരുപാട് സഹായിക്കും. സ്റ്റാൻഡിങ്ങിൽ ചെയ്യാം. അതിൽ നമ്മൾ ചെയ്യേണ്ടത് കയ്യിൻ്റെ ഡിസ്റ്റൻസ് കണക്കാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് നിൽക്കുക. അതിനുശേഷം കൈ താഴത്തേക്ക് ഇട്ടിട്ട് ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് നീങ്ങുക. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് നേരെ ചുമരിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ മുട്ടുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പൊസിഷനിൽ നിന്ന് നമ്മൾ മെല്ലെ നമ്മുടെ ഈ ഇടുപ്പിനെ മെല്ലെ സാവധാനം പിന്നിലേക്ക് വലിക്കുക. അതുപോലെ തന്നെ ഈ ചെസ്റ്റ് താഴെയും ചെയ്യുക. കൈകൾ രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. ചെസ്റ്റ് മാത്രമാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരേണ്ടത്. കൈകൾ രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ചെസ്റ്റ് മാക്സിമം താഴത്തേക്ക് കൊണ്ടുവരാൻ നോക്കുക. അതുപോലെ ഇടുപ്പിനെ ബാക്കിലേക്കും വലിച്ചുകൊണ്ടിരിക്കുക. ഈ ഭാഗം നല്ലപോലെ ഓപ്പൺ ചെയ്യും. ഈ സ്ട്രെച്ച് റെഗുലറായി ചെയ്യുമ്പോൾ നിങ്ങളുടെ പോസ്ചർ കറക്റ്റ് ആവുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് വരുന്ന എല്ലാ മസിൽസിൻ്റെ ടെൻഷൻ കുറയ്ക്കാനും അതുപോലെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അത് സഹായിക്കുന്നു. ഈ സീരീസിൽ ഇതിന് മുന്നേ നമ്മൾ കാണിച്ചിട്ടുള്ള കണ്ണിനുള്ളതും കഴുത്തിനുള്ള വീഡിയോസ് എല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ അക്കൗണ്ട് ഫോളോ ചെയ്താൽ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പോസ്ചർ കറക്ഷനുള്ള 2 നല്ല സ്ട്രെച്ചുകളും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്.